തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. എറണാകുളത്ത് വെച്ച് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക്സ് ജൂനിയർ വിഭാഗം 80 കിലോ പെൺകുട്ടികളുടെ ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ പരപ്പനാട് വാക്കേഴ്സ് ക്ലബ്ബ് താരവും കൊല്ലം SN ട്രസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ പവന പവലിനെ ആദരിച്ചു. ചെട്ടിപ്പടി ശ്രീപാദം നിവാസിൽ PR പവലിൻ്റെയും സന്ധ്യയുടെയും മകളാണ് പവന. വാക്കേഴ്സ് ക്ലബ്ബിൽ പരിശീലനം നടത്തിയിരുന്ന സമയത്ത് കൊല്ലം സ്പോർട്സ് കൗൺസിലിലേക്ക് സെലക്ഷൻ ലഭിക്കുകയായിരുന്നു. പവനയെ കൂടാതെ ക്ലബ്ബിലെ താരങ്ങളായ പൃഥിക പ്രദീപ് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, ബോക്സിംഗ് എന്നിവയിലും സിൽവർ മെഡലും ആഗ്നേയ് P അണ്ടർ 14 സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കേലച്ചൻ കണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പരപ്പനങ്ങാടി മുനിസിപ്പൽ കൗൺസിലർ ഷമേജ് NM ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ ചന്ദ്രൻ മാസ്റ്റർ, ഉബൈദ്, അഷ്റഫ്, റഹ്മത്ത് VP എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പവന ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ അവിടുന്ന് പറയും, ആരോ തള്ളി വിട്ട പോലെയാണ് വരിക. വളരെ ഇങ്ങനെ മടിച്ച് വരുന്ന പോലെയാണ്. പക്ഷേ എന്നിട്ട് പറഞ്ഞ പോലെ കളിക്കളത്തിലും എത്തിക്കഴിഞ്ഞാൽ അവളുടെ ആ മാറ്റം വളരെ ഗംഭീരമായിട്ടാണ് രംഗത്തുണ്ടാകുക എന്നുള്ളത് അറിഞ്ഞു. ഈ ഗ്രൗണ്ടിപ്പോൾ നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ എത്രയോ കാലം മുന്നേ ഗ്രൗണ്ടിൽ ഞാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഐക്യപ്പെടൽ പലപ്പോഴും നമ്മൾ ഈ ഒത്തുചേരലും അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ ആ ഉയർച്ച, അതായത് ജോലിയിലായാലും എല്ലാ തരത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള നമ്മളെ കഴിവിനെ പുറത്തെടുക്കാൻ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. അത് വാക്കേഴ്സ് ക്ലബ്ബ് എന്നുള്ള ആ കൂട്ടായ്മയാണ്. അത് വളരെ നല്ല നിലയിൽ തന്നെ ഇനിയും തുടരേണ്ടതുണ്ട്. അപ്പോൾ അവനക്ക് ഇനിയും നല്ല ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ പരപ്പനങ്ങാടിയുടെ പേര് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ണൻ്റെ വിജയം, അണ്ടർ 14 കണ്ണൻ്റെ വിജയം നമ്മൾ ഇന്നലെ വാട്സപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ എന്തുകൊണ്ടും നമ്മുടെ നാട് ഒരു സ്പോർട്സ്. ക്ലബ്ബ് സെക്രട്ടറി KT വിനോദ് സ്വാഗതവും KMA ഹാഷിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.